കന്നഡ സിനിമയിലെ ദ ബോസ്, വിവാദങ്ങൾ വിട്ടൊഴിയാത്ത സൂപ്പർ താരം, കൊലപാതക കേസിൽ പ്രതിയായ ദർശൻ ആരാണ്? കന്നഡ താരം തൂകുദീപ ശ്രീനിവാസന്റെ മകനായ ദർശൻ സിനിമയിലെ ചെറിയ വേഷങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് ടെലിവിഷൻ സീരിയലുകളിലേക്ക് തിരിഞ്ഞ ദർശൻ 2001 പുറത്തിറങ്ങിയ മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ നായകനായി അരങ്ങേറ്റം കുറിച്ചു. തുടർച്ചയായ ഹിറ്റുകളിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന താരത്തിന്റെ വളർച്ചയിൽ വിവാദങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല. ആരാധകരെ തല്ലിയതു മുതൽ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡി വരെ നീണ്ട സംഭവ പരമ്പരയ്ക്കൊടുവിലാണ് ഇപ്പോൾ കൊലപാതക കേസിലും പ്രതിയാക്കപ്പെടുന്നത്. കന്നഡ സിനിമയിലെ റൗഡി എന്ന് ആരാധകർ പോലും വിശേഷിപ്പിക്കുന്ന ദർശനെതിരെ 2011 സെപ്റ്റംബറിലാണ് ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയത്. അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ദർശൻ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു. പിന്നീട് കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയാണ് ദർശൻ തലയൂരിയത്. 2015 മുതലാണ് ദർശനും നടിയും ഇപ്പോൾ അറസ്റ്റിലായ പവിത്ര ഗൗഡയും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു തുടങ്ങിയത്. ഇതിനിടെ 2021 മൈസൂരിലെ ഹോട്ടലിൽ വെയിറ്ററെ മർദ്ദിച്ച സംഭവത്തിലും പോലീസ് ദർശനെതിരെ കേസെടുത്തു. സംഭവം വിവാദമായതോടെ വെയിറ്റർക്ക് പണം നൽകി ആ കേസും ദർശൻ ഒത്തുതീർപ്പാക്കി. 2023 ജനുവരിയിൽ ദർശന്റെ ഫാം ഹൗസിൽ വനം വകുപ്പ് നടത്തിയ റെയ്ഡും വിവാദമായിരുന്നു. വിദേശത്തു നിന്നും കൊണ്ടുവന്ന മൃഗങ്ങൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഫാമിൽ സൂക്ഷിക്കുകയും സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിനുമായിരുന്നു കേസ്.